വർഷങ്ങൾക്ക് മുൻപ് പാടിയിരുന്ന ഒരു പാട്ടിന്റെ ഈരടി ഞാൻ ഓർക്കുകയാണ്. സ്വർഗം വിലയ്ക്ക് വാങ്ങും സ്വർണ്ണ നാണയമല്ലോ സഹനം. സഹനത്തിലൂടെ മർത്യൻ സ്വർഗത്തിൽ എത്തിയിടുമേ. അതെ, സ്വർഗം വിലയ്ക്ക് വാങ്ങാൻ കൊടുക്കേണ്ട നാണയമാണ് സഹനം. കഴിഞ്ഞ ദിവസം ഒരു ആശുപത്രിയിൽ നേത്രവിഭാഗം OPയിൽ ഇരുന്നപ്പോൾ ഒരു സഹോദരിയുടെ ഷെയറിംഗ് ഇപ്രകാരമായിരുന്നു: സിസ്റ്ററെ, എൻ്റെ ഭർത്താവിൻ്റെ അനുജൻ മിഷനിൽ വർക്ക് ചെയ്യുന്ന അച്ഛനാണ്. എൻ്റെ ഭർത്താവിൻ്റെ 2 പെങ്ങന്മാർ FCCയിലും ഒരാൾ CMCയിലും സിസ്റ്റേഴ്സാണ്. 2 വർഷം മുൻപ് എൻ്റെ ഭർത്താവ് വണ്ടി ഇടിച്ച് മരിക്കാറായി. എന്നാൽ രക്ഷപ്പെട്ടു. 7 വർഷം മുൻപ് എൻ്റെ 2 കണ്ണും ഓപ്പറേഷൻ ചെയ്തതാണ്. ഇപ്പോൾ ഒരു കണ്ണ് കാണുന്നില്ല, മറ്റേ കണ്ണിൽ പഴുപ്പ്. ഈ സഹനങ്ങൾക്ക് ഒരു അന്ത്യമില്ലേ? എല്ലാം സഹിച്ചും സമർപ്പിച്ചും ഞാൻ മടുത്തു. ഇവരോട് എന്തുത്തരം പറയും? എനിക്ക് പറയാനുള്ള ഉത്തരം ഒന്ന് കേൾക്കണേ. ശാരീരികവും മാനസികവും ആത്മീയവുമായ ഓരോ നൊമ്പരവും അമൂല്യനിധിയാണ്. അത് സമ്പാദിച്ചവരെ അനുഗ്രഹിക്കണം, അവർക്കായി പ്രാർത്ഥിക്കുക. ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി നൊമ്പരങ്ങൾ സഹിക്കുമ്പോൾ അവ ഭാരമായി തോന്നുകയില്ല. പ്രിയപ്പെട്ടവരെ, വലിയ നോമ്പിലെ 6ാം ഞായറാഴ്ചയാണ് ഇന്ന്. 19-ാം തീയതി നാം വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ മരണത്തിരുന്നാൾ ആഘോഷിച്ചു. വിശുദ്ധ യൗസേപ്പ് ഈശോയെ വളർത്തി വലുതാക്കാൻ ഏറ്റെടുത്ത സഹനങ്ങളെക്കുറിച്ചും ത്യാഗങ്ങളെക്കുറിച്ചും ഉപേക്ഷകളെക്കുറിച്ചുമുള്ള സത്യങ്ങൾ നാം ധ്യാന വിഷയമാക്കിയതാണ്. എല്ലാ സഹനങ്ങളും രക്ഷാകരമാണ് എന്നാണ് പ്രത്യേകം മാംവിധം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പഴയ നിയമ വായനകളിലും വിശുദ്ധ പത്രോസ്ലീഹായുടെ ലേഖനത്തിലും നാം വായിച്ചു കേട്ടതും ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നമുക്കുണ്ടാകുന്ന സഹനങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള മാർഗങ്ങളായി നാം സന്തോഷപൂർവ്വം സ്വീകരിക്കണം എന്നതായിരുന്നു. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിലൂടെ നാം വായിച്ചു കേട്ടതും ഈശോയുടെ സഹനമരണ ഉദ്ധാനത്തെക്കുറിച്ചുള്ള 1-ാം പ്രവചനമായിരുന്നു. നമ്മെ രക്ഷിക്കാൻ വേണ്ടി പീഡകളേറ്റു മരിച്ച് ഉദ്ധാനം ചെയ്ത ക്രിസ്തുവിന്റെ രക്ഷാകര വേല തുടരുവാനുള്ളവരാണ് ക്രിസ്ത്യാനികളാകാൻ ഭാഗ്യം ലഭിച്ച നമ്മൾ ഓരോരുത്തരും. ഈ രക്ഷാകര വേല നാം എങ്ങനെ തുടരും? നമ്മുടെ ജീവിതത്തിൽ പാപമൊഴികെ സംഭവിക്കുന്നതെല്ലാം ദൈവം നമുക്കായി ക്രമീകരിക്കുന്നവയാണ്. ഇന്ന് ക്രിസ്തുവിന്റെ നാമത്തെ പ്രതി, ക്രിസ്തുവിന്റെ മൂല്യങ്ങൾ ജീവിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതിനെ പ്രതിയും സഹനങ്ങളും പീഡകളും അന്യായമായി അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഏറെയാണ്. നൈജീരിയ, ഉക്രൈൻ, ഇന്ത്യയിലെ തന്നെ ചില സംസ്ഥാനങ്ങൾ, ഇവിടെയൊക്കെ ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്നു, കൊല്ലപ്പെടുന്നു. നമ്മുടെ സ്വന്തം ഭവനങ്ങളിൽ രോഗങ്ങൾ, തെറ്റിദ്ധാരണകൾ, കുറ്റപ്പെടുത്തലുകൾ, അപമാനങ്ങൾ, പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയാത്ത ദാരിദ്ര്യം, അപ്രതീക്ഷിതമായ ആപത്തുകൾ, മരണങ്ങൾ എന്നീ സഹനങ്ങളിലൂടെ നാം കടന്നു പോകേണ്ടി വരുന്നുണ്ട്. ഈ സഹനങ്ങളും പീഡകളും ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി സ്വീകരിച്ച് ഈശോയുടെ കുരിശില് പീഡകളോട് ചേർത്ത് സമർപ്പിക്കുമ്പോൾ അവ രക്ഷാകരമായി തീരും. എല്ലാ വിശുദ്ധർക്കും ഈശോയോടും ഈശോയുടെ സഹനങ്ങളോടുമുള്ള സ്നേഹം ശക്തമായിരുന്നു. നമ്മുടെ നാട്ടുകാരിയായ വിശുദ്ധ അൽഫോൻസാമ്മ, എവുപ്രാസ്യാമ്മ, മറിയന്ത്രസ്യാമ്മ, വാഴ്ത്തപ്പെട്ട റാണി മരിയ, മദർ തെരേസ എല്ലാവരും സഹനങ്ങളെ സ്വീകരിച്ചു. സഹനം പാപത്തിനുള്ള പരിഹാരമാണ്. അത് നമ്മുടെ ജഡത്തെ എളിമപ്പെടുത്തുന്നു. സഹനം രക്ഷാകരമാണ്, ക്രിസ്ത്യാനിയുടെ അവകാശമാണ്. സഹനമാണ് വിജയരഹസ്യം എന്ന് പറയുന്ന മദർ തെരേസ 1948 രൂപം കൊടുത്ത ഒരു സംഘടനയാണ് സഹന സംഘടന. ലോകത്തിൽ എവിടെയായിരുന്നാലും അതിൽ അംഗങ്ങളാകാം. അവരുടെ ശാരീരികവും മാനസികവുമായ വേദന ആത്മാക്കളുടെ രക്ഷയ്ക്കായി സമർപ്പിച്ചാൽ മാത്രം മതി. പട്ടിലിൽ കിടന്ന് വേദന അനുഭവിക്കുന്നവർക്ക് കൂടുതൽ ആത്മാക്കളെ നേടാൻ കഴിയുമെന്നാണ് വിശുദ്ധ മദർ തെരേസ പറയുന്നത്. ഇന്ന് നമുക്കൊരു തീരുമാനമെടുക്കാം. ജീവിതത്തിൽ ഏതുതരം സഹനങ്ങൾ വന്നാലും ദൈവം തരുന്ന അമൂല്യ രത്നങ്ങളായി വിശ്വസിച്ച് സ്നേഹപൂർവ്വം സ്വീകരിച്ച് ഈശോയ്ക്ക് തന്നെ സമർപ്പിച്ച് അവയെ രക്ഷാകരമാക്കും. സഹനങ്ങൾ ഓർത്ത് ദൈവത്തിന് സന്തോഷത്തോടെ നന്ദി പറയും. ഇതൊരു കൃപയായി, അനുഗ്രഹമായി നമുക്ക് നൽകണമെന്ന് ഈ വിശുദ്ധ ബലിയിൽ പ്രത്യേകം പ്രാർത്ഥിക്കാം. തീരുമാനം പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കാം.